MXN നമുക്കൊരു ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്, ഫ്രൈഡേ ആണ്. എന്നാലും നമുക്ക് എന്താ പറയുക, ഇതാണ്ടോ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്, ഡൗണിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പിൻ്റെ ഇത് ഞാനിവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടറിയാം. USD MXN ഡൗണിലേക്ക് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. അതാ ടൈമിങ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കോ, കറക്റ്റായിട്ട് നോക്കിയോ. ഓക്കെ, ഞാൻ പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു എന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൊടുക്കാൻ കാരണം. നമ്മൾ മാക്സിമം റെസിസ്റ്റൻസിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടും വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. 3, 2, 1, 0. ഓക്കെ, അപ്പോൾ അവിടെ വിന്നായി. പേസ്റ്റ് ചെയ്യട്ടെ. വിന്ന് ഗ്രൂപ്പിലിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പിലിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പിൽ ഈ വീഡിയോൻ്റെ ഒപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴേ ഒരു ഡിസ്ട്രാക്ഷൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ USD MXN. ഓക്കെ, ഇനി ഒരു എന്താ പറയുക, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ഇവിടെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, നോക്കാം. ഇതാ ഇവിടെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്പിലേക്ക് ഒരു ട്രേഡും കൂടെ നമുക്ക് ഇവിടുന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടില്ല, വരട്ടെ, വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി വന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല നമുക്ക്. ഓക്കെ, ഇതാ വന്നു, ഇവിടെ വന്നു, സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ വരുന്നു, മിസ്സായി. കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. റെഡ് ക്യാൻഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ സെല്ലേഴ്സിൻ്റെ പ്രഷർ കുറച്ച് കൂടുതലാണ്. ഓക്കെ, കുറച്ച് കൂടുതലായിട്ട് സെല്ലേഴ്സിൻ്റെ പ്രഷറും വരുന്നുണ്ട്. ആ ട്രെൻഡ് ലൈനും പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഇത് ട്രെൻഡ് ലൈനിനെ സപ്പോർട്ട് വന്നിരുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് കുറച്ച് ശോകമാണ്, മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റ് കുറച്ച് ശോകമാണ്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഒരു ഇതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും ആരായാലും ശരി, ഇത് ഞാൻ വലിയ തികഞ്ഞവനായതുകൊണ്ട് ചെയ്യുന്നതല്ല. ഇങ്ങനെ ട്രേഡ് എടുക്കുന്നതാണ്, നമ്മളിങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു ചാൻസ് വരുന്നത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ചെറിയ സപ്പോർട്ട് കിടക്കുന്നുണ്ട്. USD MXN ഞാനൊരു ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ്, ഗ്രൂപ്പിൽ കൊടുത്തു, ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേര് നോൺ ആക്റ്റീവ് മെമ്പേഴ്സുകൾ ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ചിലരൊക്കെ ഉണ്ടാവുമല്ലോ ആക്റ്റീവ് അല്ലാത്തവരൊക്കെ, അവരെ റിമൂവ് ചെയ്യണം. ഒരു ഡൗണിലേക്ക് ഒരു ട്രേഡ് നമുക്ക് കൊടുത്തു നോക്കാം. ഡൗണിലേക്ക് ഞാനൊരു ട്രേഡ് ഇട്ടിട്ടുണ്ട്.
ജസ്റ്റ് നമുക്ക് ഡൗണിലേക്കൊരു എൻ്റെ ദൈവമേ അവനപ്പത്തെ ഞാനത് ഗ്രീനിൽ ക്ലോസ് ആവുമെന്ന് വിചാരിച്ചിട്ട് പോട്ട് ഡൗണിലേക്ക് ട്രേഡ് എടുത്ത് അത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അത് ഗ്രീനിലായിരുന്നെങ്കിൽ ഇത് കളർ ട്രേഡിംഗ് അല്ല ഞാൻ പറയുന്നത്, ഗ്രീൻ കളറിലായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിലായിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നെങ്കിൽ, ഡൗണിലല്ല, ഇത് അപ്പ് ട്രെൻഡ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലായിരുന്നെങ്കിൽ എടുത്ത ട്രേഡ് കറക്റ്റായിരുന്നു. ഇനി നോക്കാം. ഇങ്ങോട്ടാ പോണേന്ന് നോക്കാം. അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. മിക്കവാറും നമ്മളിതൊരു ലോസ് വാങ്ങേണ്ട വരും മിക്കവാറും. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് കിടക്കുന്നത് ഈ താഴെയാണ്, ഇവിടെയാണ് സപ്പോർട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സപ്പോർട്ടിനെ ഒരു ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇത് വരാതിരിക്കില്ല. പക്ഷേ ഇല്ല, മാർക്കറ്റ് പോയി. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ? ഓക്കെ, ഒരു അഗെയിൻ അപ്പ് കൊടുത്തോക്കാം. ഒരു അപ്പ് കൊടുത്തേക്കാം. അപ്പിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് അപ്പ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനെ കവർ ചെയ്തു. ട്രെൻഡ് ലൈനെ കവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ടാണ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്റ്റായി. അതുപോലെ തന്നെ ഇവിടെയും സപ്പോർട്ട്, നമ്മുടെ മെയിൻ സപ്പോർട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു അപ്പ് കൊടുത്തതല്ല, വെറുതെ ടേക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ട് എഗെയിൻ അപ്പ് കൊടുത്തതല്ല. അവിടെ ഒരു എന്താ പറയുക, ട്രെൻഡ് ലൈനിൻ്റെ അപ്പ് വരുന്നുണ്ട്, ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കൊടുത്തതാണ്. നോക്കാം മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത്. ശോകമാണല്ലോ. ഓക്കെ, ഇത് ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആവേണ്ടതാണിത്. പോട്ടെ മോനെ. കണ്ടോ, നമ്മുടെ അനാലിസിസ് കറക്റ്റാണ്. ഇതിലാണ് ഒരു സന്തോഷം എങ്ങനെയാണെന്നറിയോ? ഇത്രയും ട്രേഡ് ചെയ്തിട്ടൊരു ഫസ്റ്റത്തെ ട്രേഡ് ചെയ്ത് നമുക്ക് വലിയൊരു സന്തോഷം കിട്ടിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രേഡ് കണ്ടോ, ഒരു ചലഞ്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഹണ്ടാണ് അവിടെ നടന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനാലിസിസ് അത് കറക്റ്റ് ആകുന്ന ഒരു മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ ആസ് എ ട്രേഡർ, ഏതൊരു ട്രേഡർ ആയാലും ശരി, ആ ഒരു ട്രേഡറിന് ഏറ്റവും വലിയൊരു സന്തോഷം വരുന്നത് അപ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്നല്ല, നമ്മൾ എന്താ പറയുക, എൻജോയ് ചെയ്യേണ്ടത്. കാരണം എന്തൊക്കെ മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടായാലും ശരി, നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രൂപ്പിലിട്ടുണ്ട് കേട്ടോ. അഗൈൻ അപ്പ് കൊടുത്തു. ഇതവിടെയാണ് നമ്മൾ വിൻ കിട്ടി. ഓക്കെ, പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഇത് എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾ പിന്നെയും കേൾക്കുക, പിന്നെയും മനസ്സിലാക്കുക. ഒറ്റ രാത്രി കൊണ്ട് എന്താ പറയുക, വലിയ പണക്കാരനാകാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഒരുപാട് നാളത്തെ പരിശ്രമവും, ഒരുപാട് നാളത്തെ എന്താ പറയുക, ഒരുപാട് പ്രാവശ്യത്തെ ലോസും, മനസ്സിലാവുന്നുണ്ടോ? പ്രോഫിറ്റ് മാത്രമല്ല, ഒരുപാട് ലോസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഈ ഒരു ജേണിയിൽ.
പക്ഷെ ഒരു ദിവസം നമുക്കൊരു ഒരു ടേണിംഗ് പോയിൻ്റ് നമുക്കുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ആ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസും നമ്മൾ ഇത്രയും കാലം ചെയ്തിരിക്കുന്ന പ്രാക്ടീസ് കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും ഒക്കെ നമുക്കൊരു ഇത് ആരെന്ത് പഠിപ്പിച്ചാലും നമുക്ക് സ്വന്തമായിട്ടൊരു ട്രിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും, ഐഡിയ. ആ ഐഡിയ ഇപ്പം എൻ്റെ ഐഡിയ ആയിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ഷോർട്ട് കട്ട് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുന്നതൊക്കെ എല്ലാം സെയിം ആയിരിക്കും, നമ്മൾ അറിയുന്നതൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയില്ലേ, നമ്മുടെ ഒരു കൈപ്പാങ്, അല്ലെങ്കിൽ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് ആ ഒരു മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ലോസ് എന്ന് പറഞ്ഞൊരു സംഗതി നമുക്ക് വരില്ല. ഇനി ലോസ് വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാപിറ്റൽ ലോസ് ഉണ്ടാവില്ല. ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാവും. അതിപ്പോൾ ദൈവം ഒഴിച്ചിട്ട് ബാക്കി ആര് ട്രേഡ് ചെയ്താലും ലോസ് വരും. ആ ലോസിനെ റിക്കവർ ചെയ്ത് നമ്മളിങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മായ ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങ് ജോയിൻ ചെയ്തേര്. ഓക്കെ, താല്പര്യമുള്ളവർ. ഓക്കെ, പിന്നെ ഒറ്റ ദിവസം കൊണ്ട് വലിയ പണക്കാരാവാം, അല്ലെങ്കിൽ ഗാംബ്ലിങ് പോലെയുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടൊക്കെയാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കരിയർ നോക്കാതിരിക്കുക. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തേനീച്ചകൾ, ഹണി ബീസ്, അവരുടെ തേൻ എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. വളരെ വളരെ കുറഞ്ഞ ഒരു അളവിൽ അവർ സ്റ്റോർ ചെയ്യുന്ന പോലെ നമ്മൾ കുറഞ്ഞ ചെറിയ പ്രോഫിറ്റുകൾ എടുക്കുക. വളരെ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് വരുമ്പോൾ ഒരു നാൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഒരു നാൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റൊക്കെ നമ്മുടെ ക്യാപിറ്റലൊക്കെ നല്ല വലിയ ക്യാപിറ്റലാവും. മനസ്സിലാവുന്നുണ്ടാവും? നല്ല പൈസ നമുക്ക് വരും, ക്യാപിറ്റൽ വരും. പക്ഷേ ആദ്യമേ കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ എമൗണ്ടൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു റിസ്ക് നമുക്ക് പറ്റാത്ത എമൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരും. ഒരു ദിവസം നമുക്ക് എത്ര വേണം, ഒരു സ്റ്റാൻഡേർഡ് ഒരു വ്യക്തിക്ക് എത്ര വേണം, ഒരു നോർമൽ 1000-2000 രൂപ പോരെ? അതിനെത്ര ക്യാപിറ്റൽ വേണം? ഒരു 15,000-20,000 രൂപ ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് 2,000 രൂപ, 1,500, 1000 രൂപ, 2,000 രൂപ ഉണ്ടാക്കാം. മനസ്സിലാവുന്നില്ലേ? പോട്ട് ഒരു 50,000 രൂപ ഇട് എന്ന് വിചാരിച്ചിട്ട് 50,000 ഇല്ലാത്തവന് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. 2,000 റുപ്യക്കും 2,500 റുപ്യക്കും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, 2,500 റുപ്യക്കും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഞാനൊരു ഒരു ദിവസം ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത്ര ആ ഒരു ക്യാപിറ്റലാണ് നമ്മൾ എങ്കിലും വേണം ട്രേഡിങ്ങിൽ. കാരണം ഇവിടെ ലോസ് വരും. ആ ലോസിനെ മാനേജ് ചെയ്താൽ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിവിടെ ട്രേഡ് തന്നു, ആ ട്രേഡ് ലോസാണ്. ഫസ്റ്റത് ലോസായി അല്ലേ? എടുക്കട്ടെ VIP ഗ്രൂപ്പ് എടുക്കട്ടെ. ഇവിടെ ഞാൻ ഡൗണിലേക്ക് പറഞ്ഞു. ഫസ്റ്റ് ലോസായി, സെക്കൻഡ് ലോസായി, തേർഡ് ഞാൻ പറഞ്ഞു അപ്പിലേക്ക് എടുക്കാൻ പറഞ്ഞു. ഈ അപ്പിലേക്ക് എടുക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു? നിങ്ങൾ ആ ലോസും പിടിച്ചുകൊണ്ടിരിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ആ ലോസും പിടിച്ചുകൊണ്ടിരിക്കണമായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കാം കേട്ടോ. കുറച്ച് നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. ഡൗണിലേക്ക് ഒന്ന് ട്രേഡ് എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ക്യാപിറ്റലിൻ്റെ ഗുണം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഓക്കെ, കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് കറക്റ്റ് തന്നെയാണ്. ചിലപ്പോൾ ഒന്നിങ്ങോട്ട് ഇവിടം വരെ വരും. ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ട്രേഡ് എടുക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു വിക്കിൽ ചിലപ്പോൾ ആ റെസിസ്റ്റൻസിനെ പോയി തട്ടിയിട്ട് വരുവാൻ. ഒരു വിക്കിൽ മനസ്സിലാവും. വിക്ക് എന്ന് പറഞ്ഞാൽ ഈ വരയാണ് കേട്ടോ, ഈ വര, ഈ ലൈൻ, വിക്ക്, ഷാഡോ, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ
അതുകൊണ്ടാണ് ഞാൻ ഒരു എയർലി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മറ്റേ നമ്മൾ ട്രേഡ് കുറച്ചും കൂടെ ഇത് ലോസായോ? ഇല്ലല്ല, വിന്നല്ല, റീഫണ്ടായിപ്പോയി. റീഫണ്ട് നടിക്കട്ടെ. റീഫണ്ട് നമ്മൾ ഡൗണിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് മേലെയായിപ്പോയി, കുഴപ്പമില്ല. കണ്ടോ ഈ ക്യാൻഡിൽ കണ്ടോ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയത് കണ്ടോ? ബയേഴ്സിൻ്റെ വലിയ പ്രഷറാണ് അവിടെ. പക്ഷെ നമ്മൾ MTG എടുത്തിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാനില്ല. ഇത് ലോസാണ്, എനിക്ക് ലോസാണ്. പക്ഷേ നമ്മുടെ മെമ്പേഴ്സൊക്കെ വിന്നാണ്. എനിക്ക് ലോസാണ്, മെമ്പേഴ്സിനൊക്കെ വിന്ന്. ഇങ്ങനെയും സംഭവിക്കാം. കാരണം എനിക്ക് ലോസാണ്, പക്ഷേ മെമ്പേഴ്സൊക്കെ വിന്നാണ്. കാരണം അവർ കറക്റ്റായിട്ട് MTG എടുത്തു. ഞാൻ MTG എടുക്കുന്നത് കുറച്ച് വിട്ടുപോയി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സാരല്ല. അപ്പം ഇങ്ങനെയും സംഭവിക്കാം, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയും നമുക്ക് സംഭവിക്കാം. ഇപ്പോൾ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് വിന്നാണ്, ഇത് വിന്നാണ് അല്ലേ, എല്ലാം വിന്നാണ്. പക്ഷേ കറക്റ്റായിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ നമ്മുടെ എൻട്രി മാറിപ്പോയി. പക്ഷെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം വിന്നായി, നമ്മൾ മാത്രം ലോസായി. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൗണിലേക്കൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഡൗണിലേക്കാണ് ഞാൻ ട്രേഡ് എടുത്തേക്കുന്നത്. ക്യാൻഡിൽ അപ്പിലേക്ക് പോകുന്നു, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഡൗണിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് 100% വിന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തത്. ഏകദേശം $700 കിട്ടുകയാണെങ്കിൽ $700 അടുത്ത് കിട്ടും. ഓക്കെ, നോക്കാം. പക്ഷെ ഇവിടെ എന്താ പറയുക, ഇവിടെ ബയേഴ്സിൻ്റെ ഒരു വലിയ അതിപ്രസരം കിടക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് പണി തരും. വാ, അടിപൊളി, എന്താ അടിപൊളി. ഓക്കെ, $700 ഇവിടെ കാണിക്കുമ്പോൾ $350 പ്രോഫിറ്റ് കേട്ടോ. $700 പ്രോഫിറ്റ് അല്ല, നമ്മുടെ മുതലും കൂടി ഇട്ടിട്ട് $29 മുതലിട്ടിട്ട് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം എന്തായി? ഇപ്പം ഇവിടെ എന്തായി? നമ്മുടെ ലോസ് കംപ്ലീറ്റും എന്തായി? റിക്കവറായി. ഏത് ലോസ്? എൻ്റെ ലോസ്. നമ്മുടെ ഗ്രൂപ്പിൽ ലോസ് ഇല്ല. കാരണം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് എൻ്റെ എൻട്രി മാറിപ്പോയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിളാണ്. അല്ലാത്തവർക്ക് വെറുതെ വന്നിട്ട് പൈസ ഇടും, പൈസ പോവും. പിന്നെ മായവി ട്രേഡിങ്ങിന്, അല്ലെങ്കിൽ കോട്ടക്സിന്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക്, അല്ലെങ്കിൽ ഏത് ട്രേഡാണ് അവർ ചെയ്യുന്നത് അവർക്ക് കുറ്റവും പറഞ്ഞുകൊണ്ട് അവർ പോവും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്ലക്ച്വേഷനാണ്. ഓക്കെ, മാർക്കറ്റ് ഫ്ലക്ച്വേഷനാണ്. വിക്ക് കൂടുതൽ വരുമ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷനാണ്. കാരണം ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഇനി വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് ഓരോരോ റിയൽ നമ്മുടെ പെയേഴ്സ് ഇല്ലേ, യൂറോ USD അതുപോലുള്ള ലൈവ് പെയേഴ്സൊക്കെ ഇനി OTC ആയിട്ട് മാറും. അങ്ങനെ മാറിയിട്ട് സാറ്റർഡേയും സൺഡേയും പ്യുവർ OTC ആവുമ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രേഡും കൂടെ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ട്രേഡ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഫ്രൈഡേ മാക്സിമം നമ്മൾ വൈകുന്നേരങ്ങളിൽ രാത്രികൾ ട്രേഡ് ഉണ്ടാവില്ല. കാരണം ഫ്ലക്ച്വേഷൻ കൂടുതലായിരിക്കും. ഓടി നടക്കും ക്യാൻഡിലുകൾ, നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സ്ഥിതിയിലാവും. അപ്പോഴാണ് എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു.
ഇതൊക്കെ ഓക്കെ. നമ്മളിന്ന് ട്രേഡ് കൊടുത്തത് ലാസ്റ്റത്തെ ട്രേഡ് ഇത് ഇതാ 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 ഇത് രാവിലെ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സിഗ്നൽ വിന്ന്, 2 സിഗ്നൽ വിന്ന്, 3 സിഗ്നൽ റീഫണ്ട് വിന്ന്, 3 വിന്ന്, 4 വിന്ന്. ഓക്കെ, 4/4 4 സിഗ്നൽ കൊടുത്തു, 4 വിന്ന്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, മായോ ട്രേഡിങ്ങിൽ ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ ട്രേഡില്ലേ, ഇപ്പം എടുക്കുന്ന ഈ ട്രേഡ്, ഇത് നിങ്ങൾക്ക് ഒരു VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതിലേക്ക് ഞാനൊരു കോപ്പി ഇട്ടുതരും. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പിന്നെ വളരെ മറന്നുപോയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഒരു കാര്യം. ആ കാര്യം ഞാനിപ്പോൾ കാണിച്ചുതരാം. ഈ കാര്യമാണ് കണ്ട, വാണിംഗ്. ഈ ഒരു സംഗതികൾ നിങ്ങൾ മറക്കുകയേ ചെയ്യരുത്. ഓക്കെ, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഇതാക്കി നന്നായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഓക്കെ, ട്രേഡിങ്ങിൽ നല്ല പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം റിയലായിട്ട് എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക. അതുവരെ നിങ്ങൾ എന്താ പറയുക ഇതിൽ ചെയ്യുക, ഇതിൽ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ചെയ്യുന്നവരുണ്ട്, അത് വിട്. എന്നാലും നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, അതാണ് നിങ്ങളുടെ മെയിൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.